നമസ്കാരം സാർ. നമസ്തേ. സാർ, നമ്മുടെ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ കൊണ്ടുവരുന്ന ഒരു ഓർഡിനൻസ് കീറി എറിയുന്നത് ശരിയാണോ? അത് സത്യത്തിൽ നമ്മുടെ ഭരണഘടനയെ നിന്ദിക്കലല്ലേ വാസ്തവത്തിൽ? സാറിന് എന്താണ് അഭിപ്രായം? ഒരു തീരുമാനം ഓർഡിനൻസ് ആകുന്നതിന് മുമ്പ് ധാരാളം ഘട്ടങ്ങളുണ്ട്. ആ. ഭരിക്കുന്ന ആ ഓർഡിനൻസ് ഇറക്കുന്ന ആ. സർക്കാർ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം അതിനാവശ്യമാണ്. ആ. പിന്നീട് അത് ക്യാബിനറ്റിൽ ഒരു തീരുമാനമായിട്ട് വരണം. ആ. ക്യാബിനറ്റിൽ തീരുമാനമായി വന്നു കഴിഞ്ഞാൽ ആ. അത് അറ്റോർണി ജനറലിൻ്റെ അനുവാദത്തോടു കൂടി അത് ഡ്രാഫ്റ്റ് ചെയ്യണം. ആ. അത്തരം ധാരാളം ഭരണഘടനാപരമായ കർത്തവ്യങ്ങൾ, കടമ്പകൾ കടന്നിട്ട് ആ. ഇത് രാഷ്ട്രപതിയുടെ പ്രൊമൾഗേഷന് പ്രഖ്യാപനത്തിനായി അയച്ചു കൊടുക്കണം. ആ. ഇത് പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയെ അനുവദിക്കുന്ന ഒരു ഭരണഘടനാ അനുച്ഛേദമുണ്ട്, ആ. ആർട്ടിക്കിൾ 123. ഓ. അപ്പോൾ ഇങ്ങനെ അയച്ചു കഴിഞ്ഞ ഒരു ഓർഡിനൻസ് ആ. വലിച്ചു കീറുന്നത് ഭരണഘടന വലിച്ചു കീറുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ഈ ഓർഡിനൻസ് സൃഷ്ടിച്ച പ്രധാനമന്ത്രിയെ വലിച്ചു കീറി എന്ന് വേണമെങ്കിലും ഒക്കെ പറയുന്ന ആളുകൾ അഭിപ്രായപ്പെട്ടാൽ അതിലും തെറ്റ് പറയാൻ പറ്റില്ല. അതായത് ആ ക്യാബിനറ്റിന്റെ തലവനായിരിക്കുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലാണെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ശരി, ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്നേക്കൊരു 11 വർഷം മുമ്പ് 2013 ഇതുപോലെ ഒരു ഓർഡിനൻസ് പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കീറിയെറിഞ്ഞു. അങ്ങേക്ക് അറിയാമായിരിക്കുമല്ലോ ആ സംഭവം. അന്ന് കേന്ദ്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട്, അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിധി പുറത്തു വന്ന പിന്നെ ആളിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. അതിന് മത്സരിക്കാൻ അനുമതി കൊടുത്തുകൊണ്ട് മേൽക്കോടതിയിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പീൽ വന്ന് ഈ ശിക്ഷ സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ ആ ആളിന് മത്സരിക്കാം എന്നുള്ളൊരു ഭേദഗതിയാണ് അന്ന് കൊണ്ടുവന്നത്. ആ ഭേദഗതിയെയാണ് രാഹുൽ ഗാന്ധി അന്ന് കീറിയെറിഞ്ഞത്. സാർ അതെങ്ങനെ നോക്കിക്കാണുന്നു? ഒരു ഓർഡിനൻസ് വെറും ഒരു കടലാസ് കഷ്ണം കീറിയെറിയുന്നതാണോ, അതോ അതിനപ്പുറത്ത് അതിന് ചില മാനങ്ങളില്ലേ? എന്താണ് അങ്ങേക്ക് ആ വിഷയത്തിൽ തോന്നുന്നത്? അതിൻ്റെ മാനങ്ങൾ വളരെ വലുതാണ്. ഇതിന് ഉപോദ്ബലകമായ സംഭവം ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു വ്യവഹാരത്തിൽ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, അതിൻ്റെ സെക്ഷൻ 8-4 റിപ്പീൽ ചെയ്തു. ആ സെക്ഷൻ എടുത്തു കളഞ്ഞു. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു. അതിനെ തുടർന്നാണ് ഒരു ഓർഡിനൻസ് വേണമെന്ന് അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം വിവാദപരമായിരുന്നു, പ്രതിപക്ഷമൊക്കെ എതിർത്തിരുന്നു. പക്ഷെ നമ്മൾ അതല്ല ചർച്ച ചെയ്യുന്നത്. ഈ ഓർഡിനൻസിനെ കുറിച്ച് അന്നത്തെ സംവിധാനം അറിയാമല്ലോ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ, മൻമോഹൻ സിംഗ് ലോകം പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അഴിമതിയുടെ കറ പുരളാത്ത, ഇന്നും പ്രതിപക്ഷം പോലും അഴിമതി ആരോപണം ഉന്നയിക്കാത്ത പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിന് സമാനമായ കഴിവുകൾ ഭാരതീയരില്ലെന്ന് തന്നെ പറയാം വ്യത്യസ്ത മേഖലകളിൽ. പക്ഷെ അദ്ദേഹം ശബ്ദമായി വിപ്ലവം നടത്തിയ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉപദേശിക്കാൻ ഒരു ഉപദേശക കൗൺസിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ചെയർപേഴ്സൺ സോണിയാഗാന്ധി ആയിരുന്നു. അതാണ് ഒരു വൈരുദ്ധ്യം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ലില്ലി തോമസ് കേസിനെ തുടർന്ന് ഒരു ഓർഡിനൻസ് ഇറക്കാൻ അന്നത്തെ UPA സർക്കാർ തീരുമാനിക്കുന്നു. ഈ പ്രപ്പോസൽ, ഈ നിർദ്ദേശം കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റിയിൽ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ഈ കീറിയെറിഞ്ഞ രാഹുലിൻ്റെ അമ്മയാണ്, സോണിയാഗാന്ധിയാണ്. കോർ കമ്മിറ്റിയിൽ അത് തീരുമാനം അംഗീകരിക്കുന്നു. ആ തീരുമാനം പിന്നീട് മന്ത്രിസഭ ഘടകകക്ഷികളുമായി ചേർന്ന് UPAയിലെ ഘടകകക്ഷികളുടെ തീരുമാനത്തിന് എടുക്കുന്നു. പിന്നീട് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ മന്ത്രിസഭയിൽ തീരുമാനിക്കുന്നു. മന്ത്രിസഭയിൽ തീരുമാനിക്കുന്ന പറഞ്ഞാൽ പ്രധാനമന്ത്രി ഈസ് വൺ അമംഗ് ദി ക്യാബിനറ്റ് മെമ്പർമാരിൽ ഒരാളാണ്. അതിൽ പ്രധാനി ആണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എല്ലാ ക്യാബിനറ്റ് അംഗങ്ങൾക്കും തുല്യ അവകാശമാണല്ലോ. അപ്പോൾ ഓരോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെയും കൺസെൻറ്റ്, അനുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ അനുവാദത്തിന് തുല്യമാണ്. അത് അങ്ങനെ ഇത് തീരുമാനത്തിലാവുന്നു. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഇൻപുട്സ് നൽകിയ പ്രശസ്തരായ രണ്ട് മന്ത്രിമാരെന്നുണ്ട്. ഒന്ന് P. ചിദംബരം. അദ്ദേഹം അഴിമതി ആരോപണമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകളെ നമ്മൾ കുറച്ച് കാണാൻ കഴിവുകളെ കുറിച്ച് കാണാൻ പറ്റില്ല. P. ചിദംബരം, കപിൽ സിബൽ സുപ്രീം കോടതി അഭിഭാഷകനാണ്, വളരെ ലീഡിംഗ്. അന്ന് അദ്ദേഹം നിയമമന്ത്രിയാണ്. ഇവരുടെ ഇൻപുട്സ് ഒക്കെ ഈ ഓർഡിനൻസിലുണ്ട്. പിന്നീട് ഇത് ഓർഡിനൻസ് ആയിട്ട് ആകുന്നതിന് മുമ്പ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ നിയമകാര്യങ്ങളിൽ ഉപദേശിക്കുന്ന
ഒരു ഭരണഘടനാ പദവിയാണ്, രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. അപ്പോൾ അറ്റോർണി ജനറലിന് അനുവാദം കൊടുക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി ഇത് പ്രൊമൾഗേറ്റ് ചെയ്യാൻ, പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന്, അത് അനുച്ഛേദം 123 അനുസരിച്ച് ആണ് പ്രസിഡന്റ് ഇത് പ്രഖ്യാപിക്കുന്നത്. പാർലമെന്റ് നിലവിലില്ലാത്ത സമയത്ത് അത്യാവശ്യ കാര്യങ്ങളിൽ ബില്ല് പാസ്സാക്കാനാവാത്തത് കാരണം ആ വിഷയങ്ങൾ ഓർഡിനൻസ് ആയിട്ട് പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയെ അനുവദിക്കുന്ന അനുച്ഛേദമാണ് 123. 6 മാസം ഈ ഓർഡിനൻസിന് കാലാവധിയുണ്ട്. സർ, ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇത് തന്നെയല്ലേ നമ്മുടെ നിയമസഭയിലും ഇങ്ങനെ തന്നെയല്ലേ? അതായത് രാഷ്ട്രപതിക്ക് പകരം അത് ഗവർണറാണ്. അത് ഇതേ പ്രോസസ്സ്. അതായത് നിയമസഭ ചേരാത്ത കാലയളവിൽ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഒരു നടപടിക്രമത്തിലേക്ക് പോകേണ്ടി വരുന്നു, അപ്പോൾ കൊണ്ടുവരുന്നതാണ് ഓർഡിനൻസ്. പക്ഷേ എപ്പോഴും ഈ നിയമനിർമ്മാണ സഭകളെ അവോയ്ഡ് ചെയ്ത് ഓർഡിനൻസ് മാത്രം ഇറക്കുന്നത് ഭരണഘടനയ്ക്ക് അഭിലഷണീയമല്ല. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ഓർഡിനൻസ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്നത്തെ പ്രസിഡന്റായിരുന്ന പ്രണബ് കുമാർ മുഖർജിക്ക് സമർപ്പിച്ചു. അപ്പോൾ അദ്ദേഹം വ്യത്യസ്ത കക്ഷികൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കേൾക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഈ നമ്മുടെ പ്രധാനമന്ത്രി ബറാക്ക് ഒബാമയെ കാണാൻ അമേരിക്കൻ സന്ദർശനത്തിന് പോയി. ഈ ഓർഡിനൻസിനെ സംബന്ധിച്ച് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിവാദങ്ങളുള്ള കാരണം അന്നത്തെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവായ അജയ് മാക്കൻ ഒരു പത്രസമ്മേളനത്തിൽ ഇത് വിശദീകരിക്കുകയാണ്. ഈ പത്രസമ്മേളനത്തിലേക്ക് അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി കടന്നു വന്ന് ചില ജോലിക്കൊക്കെ നമ്മളെ ആളിനെ നിർത്തില്ലേ, അവരോട് ചോദിക്കുന്നത് അജയ് മാക്കനോട് ചോദിക്കുന്നത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ അജയ് മാക്കൻ വളരെ വിനീതനായി പറഞ്ഞു, ഞാൻ ഓർഡിനൻസിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. എന്താണ് ഈ ഓർഡിനൻസ്? അപ്പോൾ പറഞ്ഞു, ഇത് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞു. അതിങ്ങ് തരുമെന്ന് പറഞ്ഞിട്ട് അബ്സല്യൂട്ട് നോൺസെൻസ് എന്ന് പറഞ്ഞ് ഈ ഓർഡിനൻസ് മേടിച്ച് വലിച്ചു കീറി കാറ്റിൽ പറത്തി. ഒരു ഡ്രാമ. ഇതാണ് സംഭവിച്ചത്. ഈ ആക്ടിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു സാധാ പാർലമെന്റ് അംഗമാണ്, ഒരു എം പി മാത്രമാണ്, കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ്. പക്ഷേ ഇതിന് കോൺഗ്രസ് കോർ കമ്മിറ്റി പ്രസിഡന്റിന്റെ അംഗീകാരമുള്ള തീരുമാനമാണ്. അപ്പോൾ ഇതിന് രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ചത് എന്താണ്? അതായത് ഒരു ഭരണഘടനാപരമായ ഒരു പ്രഖ്യാപനം പ്രസിഡന്റിന്റെ അനുവാദം കാത്തിരിക്കുമ്പോൾ പ്രസിഡന്റ് അതിൽ ആക്ഷൻ എടുക്കാൻ തീരുമാനം എടുക്കാൻ പോവാണ്. ആ സമയത്ത് ഒരു എം പി ഇത് വലിച്ചു കയറിക്കളയുന്നു. ഇങ്ങനെ ചെയ്യാൻ നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ റിപ്പബ്ലിക്കിൽ, നമ്മുടെ ഭരണഘടനയിൽ ഒരാൾ ഒരു തീരുമാനം എടുക്കുന്നതിനെ എനേബിൾ ചെയ്യുന്ന, അനുവദിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമപരമായ ഒരു പ്രൊവിഷൻ വേണം. ഒരാൾ ഒരു ഓർഡർ ഇറക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു, ഇതൊക്കെ അനുവദിക്കുന്ന ഒരു നിയമം പിന്നിൽ വേണം. അതിനെ അധികാരപ്പെടുത്തുന്ന ഒരു അതോറിറ്റി വേണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ക്യാബിനറ്റ് എടുത്ത, ഇപ്പോൾ ഇന്ത്യയുടെ ഭരണകൂടം എടുത്ത തീരുമാനം കീറിയെറിയാൻ ഈ രാഹുൽ ഗാന്ധിക്ക് എന്ത് അധികാരം കിട്ടി? എവിടെ നിന്നാണ് ഈ അതോറിറ്റി കിട്ടിയത്? എന്തായിരുന്നു ഇതിനുള്ള സോഴ്സ്? ഈ ചോദ്യം ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. അതിന് ഉത്തരം വരുന്നത് എന്താണ് സോഴ്സ്? കുടുംബവാഴ്ച. എൻ്റെ ഈ കുടുംബത്തിലെ അടുത്ത അവകാശി, അതാണ് അതിന് ഉത്തരം. ഇത് മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? എൻ്റെ അനുവാദം. അതായത് ഈ ഇന്ത്യ മഹാരാജ്യം ഞങ്ങൾക്ക് എന്താ പറയുക, സമർപ്പിക്കപ്പെട്ടതാണ്, ഞങ്ങളിവിടെ എന്തും ചെയ്യും. അധികാരത്തിൻ്റെ ഇളമുറക്കാരനായി എൻ്റെ അനുവാദമില്ലാതെ ഇത് മുമ്പോട്ട് പോകണ്ട എന്നുള്ളതാണ്. ഈ സ്ഥാനത്ത് അന്നൊക്കെ നമ്മുടെ ഈ ഹൈബി ഉടനെയൊക്കെ ഒരു എം പി ആണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അന്നത്തെ അദ്ദേഹം ഇന്ന് ഇവിടെ അയാൾ പിന്നെ എന്താ പറയുക, എം പി സ്ഥാനത്ത് നിന്ന് തന്നെ അയാൾ ഒഴിവാക്കപ്പെടുന്നതിന് നിഷ്കാസിതൻ. ഇത് കണ്ട് ലോകമാകെ ഞെട്ടിത്തിരിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ മൻമോഹൻ സിംഗ് ബരാക്ക് ഒബാമയുമായിട്ടൊരു മീറ്റിങ്ങിന് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പത്രസമ്മേളനമോ പോകാൻ ഒരുക്കത്തിലായിരുന്നു. അദ്ദേഹം ഞെട്ടിപ്പോയി. ആ മൻമോഹൻ സിംഗിന്റെ സ്ഥാനത്തെ പ്രണബ് കുമാർ മുഖർജിയെ പോലെ ഒരു കോൺഗ്രസ് ആയിരുന്നു പ്രസിഡന്റെങ്കിൽ, പ്രധാനമന്ത്രി, കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞേനെ. അദ്ദേഹം വളരെ പക്വമതിയും ശാന്തശീലനും സൗമ്യനും ഒക്കെ ആയത് കാരണം അദ്ദേഹം വളരെയേറെ ദുഃഖിതനായിരുന്നു. കഴിഞ്ഞ ദിവസം മുഖത്തടിക്കുന്ന ഒരു അനുഭവമാണത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സമുന്നത നേതാവ് PJ കുര്യൻ ഈ മൻമോഹൻ സിംഗിന്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഓർഡിനൻസ് കീറി എറിഞ്ഞത് അദ്ദേഹത്തിനെ അങ്ങേയറ്റം ദുഃഖിതനാക്കി, അപമാനിതനാക്കി. അദ്ദേഹത്തിന്റെ ഈ 10 വർഷത്തെ പ്രൈം മിനിസ്റ്റർ കരിയറിലെ ഏറ്റവും ദുഃഖകരമായ ഒരു ചാപ്റ്ററായി അത് അവശേഷിക്കുകയാണ്. PJ കുര്യൻ വളരെ വാചാലമായി സംസാരിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK അയ്യപ്പൻകുട്ടി നായർ, അദ്ദേഹം TK നായർ, അദ്ദേഹവും പറഞ്ഞു. അദ്ദേഹം ഇത് വ്യക്തമായിട്ട് പറഞ്ഞില്ല, വളരെ ദുഃഖകരമായ ചില അവസ്ഥകളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായി വന്നത് അദ്ദേഹത്തിന് നിരന്തരം ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് ഭരണഘടനയോട് ചെയ്ത, ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചപ്പോഴൊക്കെ ആളുകളൊക്കെ ചെയ്ത
കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് അവർ വാസ്തവത്തിൽ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനുള്ള യാതൊരു യോഗ്യതയും അർഹതയും അവർക്കൊന്നും ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ. സാർ, ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. അന്ന് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഓർഡിനൻസിന് പിന്നീട് എന്ത് പറ്റിയെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ, അതെങ്ങനെയാണ് അത് പിന്നെ വിസ്മൃതിയിലേക്ക് പോയത്? ആ ഓർഡിനൻസ് മൻമോഹൻ സിംഗിൻ്റെ ഹൃദയവിശാലത അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം അദ്ദേഹം ഈ ഓർഡിനൻസ് എങ്ങനെയാണോ ഈ ഘട്ടം വരെ എത്തിച്ചത്, അതിൻ്റെ റിവേഴ്സ് പ്രോസസ് അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഓരോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലേക്ക് വിളിച്ച് ക്ഷമ ചോദിച്ച് നിങ്ങളുടെ തീരുമാനം ഞാൻ മാറ്റാൻ നിർബന്ധിതനായി. ഓരോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും അദ്ദേഹം നേരിൽ കണ്ട് അവരെ ബോധ്യപ്പെടുത്തി, അദ്ദേഹത്തിന് നിസ്സഹായത വെളിപ്പെടുത്തി. ഇതാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ ഇതും ഏകാധിപത്യപരമായിട്ടൊക്കെ ഇന്ന് മുതൽ ഓർഡിനൻസ് ഇല്ലാന്ന് പറയില്ലേ. അത് അദ്ദേഹത്തിൻ്റെ ആ വിനയവും ഭരണഘടനയോടുള്ള വിധേയത്വവും അദ്ദേഹം ഓരോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും വിളിച്ച് ഇത് വിശദീകരിച്ചു. അറ്റോർണി ജനറലിനെ പോയി കണ്ട് അദ്ദേഹത്തിനോട് വിശദീകരിച്ചു. കാര്യം അദ്ദേഹം ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണ്. തീർച്ചയായും. അപ്പോൾ ഈ കീറിയെറിഞ്ഞതിൻ്റെ പ്രാധാന്യം ഈ രാഹുൽ ഗാന്ധി ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം, ഈ 82 വയസ്സുള്ള ലോകം ആദരിക്കുന്ന പ്രധാനമന്ത്രി 82 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അപ്പോഴാണ് ഈ 41കാരൻ ഇദ്ദേഹത്തിൻ്റെ ഈ ജ്ഞാനവൃദ്ധനായ ഈ പ്രധാനമന്ത്രിയുടെ തീരുമാനം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നതിന് തുല്യമല്ലേ, അത് സമാനമല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം അറ്റോർണി ജനറലിനെ കണ്ടു, അതിനുശേഷം രാഷ്ട്രപതിയെ കണ്ട് പിൻവലിക്കുകയാണ് ചെയ്തത്. ഇതിനകത്തൊരു ഐറണിയുണ്ട്. അന്ന് ഈ ഓർഡിനൻസ് പാസ്സായിരുന്നു എങ്കിൽ ഈ സൂറത്ത് കേസിന്റെ വിധിയിൽ എല്ലാ മോഡിമാരും കള്ളന്മാരാണോ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത്, എല്ലാ മോഡിമാരും കള്ളന്മാരാണെന്ന് പറഞ്ഞതിന് സൂറത്ത് കോടതിയിൽ ഇദ്ദേഹത്തിനെ ക്രിമിനൽ കേസിൽ ശിക്ഷിച്ചല്ലോ. അന്ന് ഈ കീറി എറിഞ്ഞ ഓർഡിനൻസ് പാസ്സായിരുന്നെങ്കിൽ ആ ശിക്ഷാവിധിയിൽ ഇദ്ദേഹത്തിന് ബാധകമാകില്ലായിരുന്നു. അങ്ങനെ ഒരു കാവ്യനീതിയോ കാവ്യ അനീതിയോ ഇതിനകത്തുണ്ട്. അതെ. തീർച്ചയായിട്ടും സാർ. എന്തായാലും ഈ സംഭവം ഒരു ഭരണഘടനയുടെ വെളിച്ചത്തിൽ, ഭരണഘടനാ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ ഈ വിഷയത്തെ വിശകലനം ചെയ്ത് അങ്ങ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു വാക്യം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഈ ഒരു സംഭവം തെളിയിക്കുന്നത് മൻമോഹൻ സിംഗിൻ്റെ മഹത്വവും രാഹുലിൻ്റെ അല്പത്തരവുമാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.